അപ്പൊ ബെല്ലടിച്ചു. ഇൻട്രോ നോട്ടല്ലാതെ എഴുതിയെടുത്തില്ലേ? ഓ, നിങ്ങൾ ലാസ്റ്റ് പീരീഡ് ആണല്ലേ ഇത്? അപ്പൊ നിങ്ങൾ സ്കൂളിൽ വിട്ട് പോയിക്കോ. ഞാൻ വീട്ടിൽ ചെന്നിട്ട് ബീച്ചിലോട്ട് ഇറങ്ങും. എന്തിനാന്നറിയാം? മീൻ പിടിക്കാനാ. എന്താടാ ഇങ്ങനെ ഒരു വർത്താനം? എന്നാ പിന്നെ മാറിയിക്കാം. എടാ തുണ്ടു ഇങ്ങോട്ട് വാടാ. അയ്യോ, മീനല്ല അവൻ പിടിച്ചുകൊണ്ടുപോയി. നമ്മളെ ശ്രദ്ധിക്കൂ. നമുക്ക് കല്ലിട്ട് കളിക്കാം. നോട്ട് വരല്ലോന്ന്. ഇവിടെ പാമ്പും ചേരയും എല്ലാ സാധനവും ഉണ്ട്. എനിക്കെന്റെ രൂപം കിട്ടി. ഇനി ഞാൻ ഇവളുടെ ശരീരത്തിൽ പിങ്കിയായിട്ടാണ് നിൽക്കുന്നത്. പിങ്കി. പാമ്പോ ചേരിയോ? എടാ രുണ്ടു, വാ നമുക്ക് പോവാം. നീ എന്തിനാ വെറുതെ കിടന്ന് അലക്കുന്നേ? എന്താടാ ചുക്കി, നിനക്ക് എന്ത് പറ്റി? നിന്റെ അടുത്ത് ഞാൻ മിണ്ടായിരിക്കാനല്ലേടാ പറഞ്ഞ. എന്താടാ നീ പേടിച്ചിരിക്കുന്നേ? അതൊന്നുമില്ല. ഇവ എന്ത് പറ്റി? എന്തിനാ എന്നെ കണ്ട് പേടിച്ചിരിക്കുന്നേ? എടാ നീ ഇവിടെ ഇരിക്കോ, ഞാനേ അവിടെ പോയിരുന്നോളാം കേട്ടോ. ഇവനെന്താ ഇങ്ങനെ വിറച്ചിട്ട് പറയുന്നേ? ഓ, ഈ മൂവി ഹൊറലായോണ്ടേക്ക്, ചിലപ്പോ പേടി കൊണ്ടായേക്ക് ഇങ്ങനെ എന്ന് പറയുന്ന. സമാധാനമായി. അവളുടെ ദേഹത്തെന്താ ബാധകലും കയറിയിരിക്കുന്നോ? പിള്ളേര് ഇവിടെ എന്തായിരുന്നു ഒരു സൗണ്ട് പറഞ്ഞിട്ടുള്ളത്? ഓ, ടി വി ചെയ്യുന്നില്ലേ? പിള്ളേരെ നിങ്ങളുടെ ശബ്ദം കേട്ടായിരുന്നോ? കേട്ടു ആന്റി. കേട്ടു ചേച്ചി. ഞാനും കേട്ടമ്മേ. അത് ഞാനാ പറഞ്ഞത്. അത് ഞാൻ പിങ്കി. എന്നെ വീട്ടാൻ ആർക്കും കഴിയത്തില്ല. ആർക്കും. ഞാനപ്പഴേ പറഞ്ഞില്ലേ എനിക്ക് അവിടെ ഇരിക്കാൻ ഭയങ്കര പേടിയായിരുന്നു. ഇതാ അത് പിങ്കി പേര് എനിക്കറിയായിരുന്നു. അമ്മ സ്കൂളിൽ വെച്ച് ഓച്ചാപ്പോട് കളിച്ചില്ലായിരുന്നു. നിങ്ങൾ ഓച്ചാപ്പോട് കളിച്ചോ? ഞാൻ പറഞ്ഞില്ലേ ആ നശിച്ച ഗെയിമിനെ ഇങ്ങോട്ട് വരെ കളിച്ചതിനെ ഇങ്ങോട്ട് വരെ ചെയ്യല്ലോ. നിങ്ങൾ ആ ബായ് പറഞ്ഞിട്ട് പോവും. അതുവരെ ഇങ്ങനെ കളിച്ചോണ്ടിരിക്കണായിരുന്നു. അല്ലെങ്കിൽ ഇങ്ങനെ കൂടെ വരത്തില്ലായിരുന്നു മണ്ടന്മാരെ. ഞാൻ മേടിച്ചത് ടി വിയിൽ നിന്നിരുന്ന സൗണ്ടാന്ന്. ഞാൻ എന്റെ ഫുൾ സ്റ്റോറി പറഞ്ഞു തരാം. പറ. ഞാൻ പിങ്കി. ഞാൻ ഒറ്റമോളാണ്. എൻ്റെ അച്ഛൻ ഗൾഫിൽ. എനിക്ക് അമ്മ മാത്രമേ ഉള്ളൂ വീട്ടിൽ. ഒരു ദിവസം ഞാൻ അങ്ങനെ മാവിന്ന് മാങ്ങ വേണമെന്ന് പറഞ്ഞായിരുന്നു. അന്നത്തോടെയാണ് ഈ പ്രശ്നം ഉണ്ടായിത്തീർന്നത്. അമ്മ എൻ്റെ മാവിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയി. എന്നിട്ട് പറഞ്ഞു, അന്നത്തെ ഞങ്ങൾ വീട്ടിലോട്ട് പോയപ്പോൾ ഒരു ചിക്കൻ അവിടെ നിന്ന് നോക്കുന്നുണ്ട്. അമ്മ
ശരി അമ്മേ. അയ്യോ അമ്മേ, അയ്യോ അമ്മേ, എന്നെ രക്ഷിക്കണമേ, അല്ലെങ്കിൽ ഞാൻ കത്തിപ്പോവും. അയ്യോ അമ്മേ. ഒരു ദിവസമായിട്ട് കെട്ടിപ്പിടുത്തം കൂടെ വെക്കാം. വേണ്ടമ്മേ, ചിലപ്പോൾ നമ്മൾ വേറെ ലോകത്തേക്കും പോകാം.